അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്ലാസ് തുടങ്ങുകയാണ്. അതിൻ്റെ മുമ്പ് ചോദിച്ച ചോദ്യത്തിന് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലൊരു ആൻസർ. ലോകത്ത് 4 മദ്ഹബുണ്ട്. ആ 4 മദ്ഹബിൽ ഒരു മദ്ഹബിനെ അംഗീകരിക്കണം എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വാസം. ഈ 4 മദ്ഹബുകളിലും വ്യത്യസ്തമായ മസ്അലകളാണ് ഓരോ വിഷയത്തിനും ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ആണ് പെണ്ണിനെ തൊട്ടാലും പെണ്ണ് ആണിനെ തൊട്ടാലും, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഭാര്യ ഭർത്താവിനെ തൊട്ടാലും ഭർത്താവ് ഭാര്യയെ തൊട്ടാലും ഒളു മുറിയും. 100% തൊടാൻ സാധ്യതയുള്ള സ്ഥലമാണ് പരിശുദ്ധമായ കഅബയുടെ ചുറ്റും മത്താഫിൽ. എല്ലാ സ്ഥലത്തും അല്ല, മത്താഫിൽ. അവിടെയാണ് ഹജ്ജായാലും ഉംറയായാലും ഫർളായ ഒരു അമല് പൂർത്തീകരിക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ശുദ്ധമായ ഖുർആനിലെ ആയത്തിൻ്റെ തഫ്സീരിൽ മഹാന്മാരായ ഇമാമിങ്ങൾ അതിന് കൃത്യമായി ഫിഖ്ഹിൻ്റെ കിതാബിൽ മറുപടി നൽകുന്നുണ്ട്. ഷാഫി മദ്ഹബിൽ ഭാര്യ ഭർത്താവിനെ തൊട്ടാലും ഭർത്താവ് ഭാര്യയെ തൊട്ടാലും, അന്യ ആണ് അന്യ പെണ്ണിനെ തൊട്ടാലും, അന്യ പെണ്ണ് അന്യ ആണിനെ തൊട്ടാലും ഒളു മുറിയും. അതാണ് ഇമാം ഷാഫി തങ്ങളുടെ മുഅത്തമദായ കൗല്. എന്നാൽ ഇമാം അബൂ ഹനീഫ ബഹുമാനപ്പെട്ടവർ അവിടെ പറയുന്ന മസ്അല, ആണ് പെണ്ണിനെ തൊട്ടാലും പെണ്ണ് ആണിനെ തൊട്ടാലും, ഭാര്യ ഭർത്താവിനെ തൊട്ടാലും ഭർത്താവ് ഭാര്യയെ തൊട്ടാലും ഒളു മുറിയൂല. അപ്പോൾ മക്കയിലെത്തിയ ഒരാൾക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് വരെ സൗകര്യം സൂക്ഷ്മതയും ഹനഫി മദ്ഹബ് സ്വീകരിക്കലാണ്. കാരണം 100% തൊടാൻ സാധ്യതയുള്ളത് കൊണ്ടും പരിശുദ്ധ മക്കയിൽ കൂടുതൽ അമലുകളിൽ ഒന്ന് തവാഫാണ്. ആ തവാഫ് നിരന്തരമായി ചെയ്യേണ്ടത് കൊണ്ടും നമുക്കത് സ്വീകരിക്കാം. പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ? ഭാര്യ കൂടെയുണ്ട്, ആ ഭാര്യൻ്റെ കയ്യെന്നെ പിടിച്ചിട്ട് തവാഫ് ചെയ്യാം, ഒരു കുഴപ്പമല്ല. അതുപോലെ അപ്പം ഒരു സംശയമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഹനഫി മദ്ഹബ് പ്രകാരം ഒളു എടുത്താൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. ഛർദിക്കൽ കൂടുതൽ വന്നാൽ ഹനഫി മദ്ഹബിൽ ഒളു മുറിയും. കൂടുതൽ രക്തം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വന്നാലും ഹനഫി മദ്ഹബിൽ ഒളു മുറിയും. അങ്ങനെയൊക്കെ സംഭവിക്കൽ അപൂർവമാണ്. ഇൻഷാ അല്ലാഹ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അതാത് സമയത്ത് വേണ്ട സംശയങ്ങൾ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാരെന്ത് ചെയ്യും? പറഞ്ഞു തരും. ഷാഫി മദ്ഹബിൽ തല തടവുന്ന സമയത്ത് അല്പം തടവൽ വാജിബ്, പൂർണ്ണമായി തടയൽ സുന്നത്ത്. എന്നാൽ ഹനഫി മദ്ഹബിലോ തല പൂർണ്ണമായും, ചുരുക്കി പറഞ്ഞാൽ ഷാഫി മദ്ഹബിലെ മുഴുവൻ സുന്നത്തും എടുത്ത് ഒളു ചെയ്താൽ റാഹത്തോടുകൂടി എന്ത് ചെയ്യാം? നമുക്ക് എല്ലാ അമലുകളും പൂർത്തീകരിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത സെഷൻ തുടങ്ങാണ്. നിങ്ങളൊക്കെ ഇവിടെ എത്തിയതും നിങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തതും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഖദർ ഖളായിൽ അവൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജബൽ അബീ ഖുബൈസിന് മുകളിൽ കയറി അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ച ഒരു വിളിയുണ്ട്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാല വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. സൂറത്തുൽ ഹജ്ജിലെ 27-28 ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തഫ്സീരിൽ ഇബ്നു കസീർ തങ്ങൾ രേഖപ്പെടുത്തിയത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഏതൊക്കെ മനുഷ്യൻ ആ മണ്ണിൽ കാലുകുത്തുമെന്ന് യജമാനായ റബ്ബുൽ ഇസ്സത്ത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്.
ആ തീരുമാന പ്രകാരമാണ് അങ്ങോട്ട് എത്തുക. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഏകദേശം 10-15 കൊല്ലത്തോളമായി ഈ ഒരു മേഖലയിൽ നിരന്തരമായി. ഇപ്പൊ റമദാൻ കഴിഞ്ഞു, റമദാൻ അവിടെ ഉണ്ടായിരുന്നു, റമദാൻ കഴിഞ്ഞു വന്നു, വീണ്ടും പോയി, ഇപ്പോൾ 5 ദിവസം മുമ്പാ തിരിച്ചെത്തിയത്. ഓരോ യാത്രകളിലും ഒരുപാട് അനുഭവങ്ങളാണ്. ഒരുപാട് പഠിക്കുന്നതിനേക്കാളും, ഒരുപാട് വായിക്കുന്നതിനേക്കാളും, ഒരുപാട് പ്രസംഗിക്കുന്നതിനേക്കാളും വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. ഒരു കുടുംബത്തിൽ 6 പേർ, അവരുടെ സ്വപ്നമാണ് പ്രിയപ്പെട്ട വാപ്പാന്റെ കൂടെ, പ്രിയപ്പെട്ട ഉമ്മാന്റെ കൂടെ പുണ്യമായ കഅബാലയത്തിലെത്തണം. ആ പരിശുദ്ധമായ കഅബാലയത്തെ ഒന്ന് തവാഫ് ചെയ്യണം. അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതു വൽ ഹറമ ഹറമു വൽ അംന അംനു വഹാദാ മഖാമുൽ ലാഹിദി ബിക മിനൻ നാർ ഫഹരിം ലുഹൂമനാ വബശറതനാ അലന്നാർ എന്നൊന്ന് ചൊല്ലിയിട്ട് വാപ്പാന്റെ കൈ പിടിച്ചിട്ട്, ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് മക്കത്തുൽ മുക്കറമയിലെ കഅബത്തുൽ മുശറഫയിൽ ആ പുണ്യമായ കഅബാലയത്തെ ഒന്ന് തവാഫ് ചെയ്യാൻ ഒരുപാട് കൊതിച്ചു, ഒരുപാട് ആഗ്രഹിച്ചു. ഉമ്മ കിടപ്പിലായി, പോരാൻ കഴിയുന്നില്ല. വാപ്പ കിടപ്പിലായി, പോരാൻ കഴിയുന്നില്ല. അവസാനം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവർ പൂർണ്ണമായും സുഖപ്പെട്ടു. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് 6 ആളുകൾ പോരാൻ. അന്നത്തെ യാത്ര കോഴിക്കോടിന് പകരം കൊച്ചിയിൽ നിന്ന് സൗദി എയർലൈൻസ് ഫ്ലൈറ്റിനാണ്. 49 ആളുകളുണ്ട്. ചെങ്കോട്ടയിൽ നിന്ന് ബസ് കയറി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങാൻ 48 ആളും ഇറങ്ങി. 49ാമത്തെ ആളാണ് ഇനി ഇറങ്ങാനുള്ളത്. ആ ഇറങ്ങാനുള്ള വ്യക്തി ഈ 6ൽ അവരുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ ഉമ്മാക്ക് വേണ്ടിയാണ് അവർ ഇത്രയും കാലം കാത്തിരുന്നത്. അവസാനം പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഡിവൈഡർ തട്ടി നേരെ കാല് തന്നെ അവിടെ വീണു. ഇടത്തെ കാലിലെ തുടയെല്ല് പൊട്ടി. എൻ്റെ കൺമുന്നിൽ കണ്ട ഒന്നാണ്. അള്ളാഹുവിൻ്റെ ഖലാഹ്, അവൻ്റെ തീരുമാനം. എല്ലാവരോടും യാത്ര ചോദിച്ച്, എല്ലാവരെയും വിളിച്ച്, സദ്യയുണ്ടാക്കി, മൗലീദ് ഓതി, എല്ലാവരോടും സലാം പറഞ്ഞ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എല്ലാം പറഞ്ഞിറങ്ങി. വലത്തെ കാല് വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ആ ആയത്തും ഓതി വലത്തെ കാല് വെച്ചു. യാത്ര തുടങ്ങി. അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ഓരോരുത്തരും പ്രതികരിക്കാൻ തുടങ്ങി. ഓളില്ലെങ്കിൽ ഞാനില്ല. ആദ്യ പ്രതികരണം. രണ്ടാമത്തെ ആൾ പറഞ്ഞു ഉമ്മയില്ലെങ്കിൽ ഞങ്ങളുമില്ല. എല്ലാവരും യാത്രയും മുടങ്ങുന്ന അവസ്ഥയിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനാണ് കൂടെയുള്ളത്. നമ്മൾ ഇടപെട്ടു. അവരോട് പറഞ്ഞു അള്ളാഹുവിന്റെ ഖദാ ഫൗഖതഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു. നമ്മുടെ സങ്കല്പമൊക്കെ അപ്പുറമാണ് റബ്ബിന്റെ സങ്കല്പം. അതുകൊണ്ട് ഉമ്മ ഏതായാലും പ്രയാസപ്പെട്ടു, വാപ്പ കൂടെ നിൽക്കട്ടെ. മെഡിക്കൽ സയൻസ് വന്നു, പരിശോധിച്ചു, നേരെ ആംബുലൻസ് വഴി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ബാക്കി 4 ആൾ കൂടെ പോന്നു. അള്ളാഹുവിന്റെ ഖദാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മളെല്ലാം ഓക്കെയാണ്. നിങ്ങളെ വിസ അടിച്ചു, നിങ്ങളെ വിമാനം ഏതാണ്ട് തീരുമാനിച്ചു, എല്ലാവരും പൈസ അടച്ചു. ബാക്കിയുള്ളവർ ഇൻഷാ അല്ലാഹ് ഇന്ന് പോകുന്നതിന് മുമ്പ് അടക്കുമെന്ന് വാഗ്ദാനം കൊടുത്തു. അതിനപ്പുറമാണ് ആരുടെ കാത്തിരിപ്പ്? അതിനു വേണ്ടി എല്ലാവരോടും പറയാനുള്ളത്, എല്ലാ ഖലാഇനെയും തട്ടി നീക്കാൻ അപാരമായ ശക്തി അതിനുണ്ട്. അപാരമായ ശക്തി അതിനുണ്ട്. ദുആക്കുണ്ട്. ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, ഞാൻ നിങ്ങളെ അടുത്തുണ്ട്. മിൻ ഹബിലിൽ വരീദ്. നിങ്ങളെ കണ്ട നാടിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. ജല്ല ജലാലു പറയണം. അതുകൊണ്ട് ജല്ല ജലാലായ റബ്ബിനോട് നിഷ്കളങ്കമായി ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് സമയമില്ല. നമ്മൾ നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടി, നമ്മൾ മൊബൈൽ എടുത്തു. ഈ നിസ്കാരത്തിന്റെ OTP വന്നിട്ടുണ്ടോ നോക്കാൻ നമ്മളെ ജോലി. ഈ നിസ്കാരത്തിന്റെ OTP അതിൽ റബ്ബ് നേരെ അയച്ചിട്ടുണ്ടോ? അത്രയും ഫാസ്റ്റാണ് നമ്മൾ. ടൈം ഈസ് വെരി ഫാസ്റ്റ്, ലൈഫ് ഈസ് ഫോർ എൻജോയ് ഓൺലി. അതിൽ ആപ്തവാക്യമുണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പോരുന്ന ആളുകളോട് ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നിഷ്കളങ്കമായ യജമാനായ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യൂ. എല്ലാ തട്ടുമുട്ടുകളും നീങ്ങും. എല്ലാം നീക്കി തരുന്നവരും നീക്കുന്നവനും അവനാണ്. അവനിലേക്കാണ് ലക്ഷ്യം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ചെയ്യാൻ വേണ്ടി പോവാൻ അയ്യുൽ അഅ്മാലി അഫ്ളൽ യാ റസൂലല്ലാഹ്. അയ്യുൽ അഅ്മാലി അഫ്ളൽ, അഫ്ളൽ തഫ്ളീല. ഏറ്റവും നല്ല അമൽ ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു എന്ത്? ഹജ്ജുൽ മബ്റൂർ. ഏതാണ്? മബ്റൂറായ ഹജ്ജ്. ഹജ്ജല്ല പറഞ്ഞത്,
ആ മബ്റൂറിന് തുഹ്ഫയിൽ മഹാന്മാരായ ഫിഖ്ഹിന്റെ കിതാബിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഏതാണ് മബ്റൂറായ ഹജ്ജ്, ഏതാണ് മഖ്ബൂലായ ഹജ്ജ്? നമ്മൾ ഇങ്ങനെ പറയും, അല്ലാഹുമ്മ ജഅൽ ഹജ്ജനാ ഹജ്ജൻ മബ്റൂറ വസഅയനാ സഅയൻ മഷ്കൂറ വദംബനാ ദംബൻ മഗ്ഫൂറ. ഇങ്ങനെ ദുആർക്കും അവിടെ മഹാന്മാർ വളരെ വിശദീകരിക്കുന്നുണ്ട്. ഹജ്ജിന് പോരാൻ ഉദ്ദേശിക്കുന്ന ആള് തൻ്റെ അയൽവാസി, തൻ്റെ കൂടപ്പിറപ്പ് പോലെ അവിടെ ഉണ്ട്. അവനോട് യാത്ര ചോദിക്കാതെയാണ് എൻ്റെ ഹജ്ജെങ്കിൽ ലാ ലബ്ബൈക വലാ സഅദൈക ഹജ്ജുക മർദൂദ്. സ്വന്തം അയൽവാസിയോട് കടപ്പാട് തീർക്കാതെയാണ് ഇടത്തേക്കാല വെച്ച് നീ വീട്ടിൽ നിന്നിറങ്ങിയതെങ്കിലും ആ പരിശുദ്ധ മണ്ണിലെത്തുമ്പോ നിന്റെ ഹജ്ജും വേണ്ടടോ, നിന്റെ ഉംറയും വേണ്ട, മർദൂദ്. അതിന്റെ വിശദീകരണം കാണാം, അത് ചവറ്റ് കൊട്ടയിലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 7 ലക്ഷം കൊടുത്തിട്ട് 8 ലക്ഷം കൊടുത്തിട്ട് ഹജ്ജിന് വന്നാൽ പേരിന്റെ കൂടെ നാട്ടുകാർക്കിടയിൽ ഒരു നീട്ടിവിളി ഉണ്ടാവും, അത്ര ഉണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇമാം നബവി തങ്ങൾ വളരെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പൊരുത്തമുള്ള ഒരു യാത്രക്ക് വേണ്ടി ഒരു അടിമ ഒരുങ്ങുമ്പോൾ ആദ്യമായി അവൻ ചെയ്യേണ്ട സംഗതി നേരത്തെ ഉസ്താദ് പറഞ്ഞു, മുശാവറയുണ്ട്. ഖുർആനിലെ സൂറത്തു ആൽ ഇംറാനിലെ 159-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വശാവിറുഹും ഫിൽ അംർ. നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യങ്ങളിൽ ഒറ്റക്ക് തീരുമാനമെടുക്കാൻ പരമാധികാരമുണ്ട് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ ഹിജ്റ 5-ാം വർഷം ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് കൂട്ടത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമറുൽ ഫാറൂഖ് ഉണ്ട്, ഉസ്മാൻ അഫ്ഫാൻ ഉണ്ട്, അലി ഇബ്നു അബി താലിബ് ഉണ്ട്. എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം എന്ത് ചെയ്യണമെന്ന്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് മഹാന്മാരായ സ്വഹാബത്തിലേക്ക് ചൂണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 10,000-കണക്കിന് കുഫാറുകൾ അബൂ സുഫ്യാന്റെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായി മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, ഇറാഖിലാണ് ബഹുമാനപ്പെട്ടവർ കിടക്കുന്നത്. ഇനി അടുത്ത സിയാറത്തിന് പോയി, ഇറാഖിലുണ്ട്, ബഗ്ദാദിലുണ്ട് ബഹുമാനപ്പെട്ടവർ. എന്തു പറഞ്ഞു? അന്ന് മക്കക്കാർക്ക് പരിചയമില്ലാത്ത ഒട്ടകങ്ങൾക്കോ കുതിരകൾക്കോ കടക്കാൻ കഴിയാത്ത ഒരു കിടങ്ങ് കുഴിച്ചു, അതിനെ പ്രതിരോധിച്ചു. അപ്പോൾ ഒരു കൂടിയാലോചന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതോടുകൂടെ തന്നെ മഹാന്മാർ പറയുന്നു, ഇമാം നവവി തങ്ങൾ പറയുന്നുണ്ട്, രണ്ടാമത്തെ സംഗതി നിഷ്കളങ്കമായ തൗബയാണ്. നിഷ്കളങ്കമായ തൗബ. ഒരാള് തെറ്റ് ചെയ്തു, ആ തെറ്റ് റബ്ബിനോട് ഏറ്റു പറഞ്ഞു, എത്ര വലിയതാണെങ്കിലും ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. സൂറത്തുൻ നൂഹിലുണ്ട്. യജമാനനാ റബ്ബെന്ത് ചെയ്യും? സൂറത്തുൽ ഫത്ഹിലെ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. കഴിഞ്ഞുപോയത്, നടന്നുകൊണ്ടിരിക്കുന്നത്, വരാനിരിക്കുന്നത്, ഈ മുഴുവൻ പാപവും അല്ലാഹുവിന്റെ റസൂലിന് ആര് പുറത്തു കൊടുത്തിട്ടുണ്ട്? അല്ലാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റസൂൽ എന്ത് ചെയ്യും? ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഏറ്റവും നല്ല അമലാണ് ഇപ്പൊ നമ്മൾ കഴിച്ചത്. ഏത്? അയ്യുൽ അഅ്മാലി അഫ്ളൽ യാ റസൂലല്ലാഹ് അസ്സലാത്തു അലാ വഖ്തിഹാ. നമ്മൾ നിസ്കരിച്ചു, ആ നിസ്കാര ശേഷം നമ്മൾ ആദ്യം പറയുന്ന വാക്കെന്താ? നിസ്കാരം മോശ അല്ല, നിസ്കാരം മോശമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. എന്താ റബ്ബ അങ്ങനെ പറയാൻ പറഞ്ഞേ? അവൻ്റെ അടിമകളാണ്. തക്ബീർ കെട്ടും, അപ്പോൾ ഓർമ്മയില്ലാത്തതൊക്കെ ഓർമ്മ വരും. ഓർമ്മയില്ലാത്തതൊക്കെ എന്ത് ചെയ്യും? അപ്പളൈക്കാരം പൈസ തരാളവൻ്റെ കണക്ക്, അപ്പളൈക്കാരം തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചിന്ത ആര് വരും? ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫല. ഇത് കേൾക്കുമ്പോൾ ഓടിയകന്ന മനുഷ്യൻ തിരിച്ച് നിന്നിലേക്ക് എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയൊക്കെ അടിമയായ നമ്മിൽ സംഭവിക്കുമ്പോൾ നീ പറയണം എന്ത്? അസ്തഗ്ഫിറുല്ലാഹ് ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ കബീറ ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത അല്ലാഹുമ്മ ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അപ്പം അതുകൊണ്ട് പോരുന്നവരോട് താഴ്മയോടുകൂടെ ഇതൊരു ആലങ്കാരിക വാക്കല്ല, ഇതൊരു എൻജോയ്ക്ക് വേണ്ടി പറയല്ല, ഇതൊരു ഫോർമാറ്റിക്ക് വേണ്ടി പറയല്ല. ഒരൊറ്റ ആളെ കാരണം കൊണ്ട് ബാക്കിയുള്ള അമൽ തള്ളപ്പെടും.
അനുഭവമാണ്. പരിശുദ്ധമായ അറഫയിൽ നിഷ്കളങ്കമായ റബ്ബിനോട് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് 100% പറഞ്ഞ മണ്ണ്. ആ മണ്ണിൽ വെച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ദോർക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഹാലു മാറി. അയാളെ പിന്നാമ്പുറ അന്വേഷിച്ചു. അന്നത്തെ അയാളെ ഹജ്ജിന്റെ പൈസ പലിശന്റെ പൈസയാണ്. അന്നത്തെ അയാളെ ഹജ്ജിന് കൊടുത്ത 5.75 പലിശന്റെ പൈസ ആയിരുന്നു. ആ ഒരൊറ്റ ആളെ കൊണ്ട് ആ ഹജ്ജ് അലങ്കോലപ്പെട്ടു. ഒരുപാട് അതിശക്തമായ ഒരു ഭാഗത്ത്, ഈ മനുഷ്യന്റെ ഹാലി മറ്റൊരു ഭാഗത്ത്. അവസാനം ചങ്ങല കിട്ടു കൊണ്ടുപോയി നമ്മളെ കൺമുന്നിൽ. അപ്പം അതുകൊണ്ട് ഈ അമലിന് വേണ്ടി കൽബ് കൊണ്ട് നിയ്യത്ത് കരുതിയെങ്കിൽ, തടി കൊണ്ടല്ല, കൽബ് കൊണ്ട് നിയ്യത്ത് കരുതിയെങ്കിൽ റബ്ബുമായിട്ടുള്ള ഹക്കുകളുണ്ട്, മനുഷ്യരുമായിട്ടുള്ള ഹക്കുകളുണ്ട്. അത് വീട്ടിയില്ലെങ്കിൽ കൂടെ പോരുന്നവർക്ക് അത് ഭാരമാകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ കൂടെ പറയുന്നു, മുഖത്തോട് മുഖം നോക്കി പറയുന്നു, നിങ്ങളെ പ്രിയപ്പെട്ട വാപ്പ ഹയാത്തിലുണ്ടെങ്കിൽ, നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ഹയാത്തിലുണ്ടെങ്കിൽ, ആ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊരുത്തമില്ലാതെ നിങ്ങളുടെ ഭാര്യയുടെ വാപ്പ ഹയാത്തിലുണ്ട്, നിങ്ങളുടെ ഭാര്യ ഉമ്മ ഹയാത്തിലുണ്ട്, അവരെ പൊരുത്തമില്ലാതെയാണ് യാത്രയെങ്കിൽ ആ യാത്ര മർദൂദാണ്. അങ്ങനെ യാത്ര ചോദിക്കാതെയാണ് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിൽ ലൈനിറങ്ങും. ഏത് സമയത്ത് നിന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. എൻ്റെ വാപ്പ ഈ കൂട്ടത്തിലുണ്ട്, എൻ്റെ ഉമ്മ ഈ കൂട്ടത്തിലുണ്ട്. ഓരോ തവണയും ഉംറക്ക് പോകുമ്പോൾ അവരെ കൈപിടിച്ച് അവരോട് സലാം പറഞ്ഞ് അവരെ കൈമുത്തിയിട്ടാണ് പോവാറുള്ളത്. അൽഹംദുലില്ലാഹ് ഇന്ന് വരെ തടസ്സങ്ങൾ വന്നിട്ടില്ല. ഇതിൽ അഹങ്കാരത്തോടുകൂടെ പറയുകയല്ല, ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിൻ്റെ വൈവെളിച്ച റബ്ബ് കാണിച്ചു തരും. അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. അത് വീടിൻ്റെ വെളിച്ചാണ്. അല്പസമയം AC ഓഫായാൽ, അല്പസമയം കറണ്ട് എന്ന് പോയാൽ അതിൻ്റെ പ്രയാസം ഈ സദസ്സിൽ വേറിട്ട് മനസ്സിലാക്കാൻ കഴിയും. 4 ഭാഗത്തു നിന്ന് എന്ത് ചെയ്യും? ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ അതറിയില്ല, വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ അതറിയില്ല, അത് നഷ്ടപ്പെടുമ്പോൾ അതറിയും. നിങ്ങളുടെ പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചുവട്ടിൽ കിടക്കുന്നുണ്ടാവും. ഒന്ന് പോയിട്ട് പറയണം, അസ്സലാമു അലൈക യാ അബി, ഞാൻ പോവാണ്. അസ്സലാമു അലൈക യാ ഉമ്മി, ഞാൻ പോവാണ്. നിങ്ങൾ ദ്വാരക്കണേ. നിങ്ങളെ ശബ്ദം അവർ കേൾക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ നിങ്ങൾക്ക് സലാം അടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രയാസമുണ്ടോ? പ്രയാസമുണ്ടോ? നമ്മളെത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ആ ഒരു പരിശുദ്ധ അമലിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവരൊന്ന് കൈപിടിച്ച് യാത്രയാക്കാൻ കൂടെ ഉണ്ടെങ്കിൽ, അതില്ലെങ്കിൽ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. എനിക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട വാപ്പ, ആ വാപ്പയുടെ കയ്യിലെ താഴ്മ്പ്, ആ വാപ്പയുടെ തോളിലെ താഴ്മ്പ് നമുക്ക് വേണ്ടി വന്നതാണ്. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ അല്ലാ. ഫർളായ ഹജ്ജ് ചെയ്യാത്തവരുണ്ട്, അവർക്ക് വേണ്ടി ഹജ്ജിന് പോരുന്നവർ കൂട്ടത്തിലുണ്ട്. ഉമ്മാക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി കൂട്ടത്തിൽ പോരുന്നവരുണ്ട്. പടച്ചവനെ മഖബൂലായ രൂപത്തിൽ, മബ്റൂറായ രൂപത്തിൽ, മർളിയായ രൂപത്തിൽ ചെയ്യാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാ. അപ്പം അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടു കൂടെ പറയാനുള്ളത്, ബഹുമാനത്തോടു കൂടെ പറയാനുള്ളത്, എല്ലാവരോടും യാത്ര ചോദിക്കുമ്പോൾ കൽബ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് റാഹത്തോടുകൂടെ യാത്ര പറയണം. കാരണം നിങ്ങൾ പോവാൻ പോകുന്ന മണ്ണ് എത്ര കോടി കൊടുത്താലും അതിനേക്കാൾ പരിശുദ്ധമുള്ള ഒരു മണ്ണ് ഭൂമിയിലില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാണ് മണ്ണ്? എത്ര കോടി കൊടുത്താലും ഖുർആനിൽ കാണാം, വാദിൻ ഗൈരി ദി സർ, പച്ചപ്പുല്ല് പോലും മുളക്കാത്ത മണ്ണാണ് മക്ക. പാറക്കൂട്ടങ്ങൾ കഥ പറയുന്ന, മരുഭൂമികളും മണൽത്തരികളും കഥ പറയുന്ന മണ്ണാണ് മക്ക. ആ മക്കയിൽ നിങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒന്നുമില്ല. എന്നാൽ ആ മക്കയിലാണ് അള്ളാഹു അവൻ്റെ പരിശുദ്ധ കലാമായ ഖുർആൻ ഇറക്കാൻ തിരഞ്ഞെടുത്തത്. ആ മണ്ണിലാണ് നമ്മൾ 5 നേരവും തിരിഞ്ഞ് നിസ്കരിക്കുന്ന പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയുള്ളത്. എന്തേ അവിടെ അള്ളാഹു അങ്ങനെ ആക്കിയത്? വേറെ എത്ര മനുഷ്യന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂമി ലോകത്തുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരും വന്നുപോയ മണ്ണാണേത്? ഏത്? നിങ്ങൾ കാല് കുത്താൻ പോകുന്ന മണ്ണ്. അപ്പൊ നമുക്ക് തോന്നും, ആ മണ്ണിലെത്തിയാൽ നന്നാവൂലേ? 24 മണിക്കൂറും പ്രഭാത സമയത്ത് എണീച്ചാൽ നേരെ നോക്കുന്നത് കഅബയിലേക്കാണ്. അബൂജഹൽ നന്നായിട്ടില്ല.
നന്നായിട്ടില്ല. അല്ലാഹുമ്മ ഇതിൽ ഇസ്ലാം അലി അഹദിൽ ഉമറൈ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിന് ശക്തി കൊടുക്കണേ എന്ന് ഹബീബിനെ നാവ് കൊണ്ട് എപ്പോഴും ദ്വാരക്കും. ഒന്ന് സാക്ഷാൽ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, ഒന്നോ സാക്ഷാൽ അബൂ ജഹൽ. ഹിദായത്ത് കിട്ടിയിട്ടില്ല, ഹിദായത്ത് കിട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളെ കൽബൊന്നായിന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തോന്നും അല്പം തറവാടുത്തുണ്ട്, അല്പം സമ്പത്തുണ്ട്, തിരക്കില്ലാത്തൊരു ജോലിയുണ്ട്, അതുകൊണ്ട് ഒരാളെ മുമ്പിലും കൈ കുനിയേണ്ട ആവശ്യമില്ല, കൈ നീട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരാൾക്കും തോന്നണ്ട. നിഷ്കളങ്കമായിട്ട് പോകണം ഈ യാത്രക്ക്. ഞാൻ അതുകൊണ്ടാണ് നമ്മൾ പോകുന്ന മണ്ണ് ദുആക്ക് ഇജാബത്തുള്ള 15 സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന മണ്ണ നമ്മൾ പോണത്. ബാക്കിൽ ആരെയും ഉറങ്ങുന്നുണ്ടോ? ആരെയും ഉറങ്ങുന്നുണ്ടോ? നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന 15 സ്ഥലങ്ങളില്ലേ, അത് ദുആക്ക് ഇജാബത്തുള്ളതാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിലേറ്റവും അഫ്വലായ സ്ഥലമാണ് ഏത്? പരിശുദ്ധമായ കഅബാലയത്തിൽ ഹജറുൽ അസ്വദിൻ്റെയും പരിശുദ്ധമായ മുൽത്തസമിൻ്റെയും കഅബന്റെ വാതിലിൻ്റെയും ഇടയിലുള്ള സ്ഥലം മുൽത്തസം എന്ന് പറയും. ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ ആകാശ ലോകത്തിൽ നിന്ന് വെള്ള പതാകയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആദ്യ സ്ഥലം ഏതാണ്? ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സ്ഥലം. ഏത് സമയത്തും മുഅ്മിനിന്റെ കൽബ് അവിടെ ഒട്ടിച്ചേരും. അവിടെ ഹദീസിൽ കാണാം, ഇമാം ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, എന്ത് ചോദിച്ചാൽ എന്തുണ്ട് അവിടുന്ന്? എൻ്റെ അടിമ എൻ്റെ അടുത്ത് വന്ന് ഈ പരിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നോട് യാചിച്ചിട്ട് ഉത്തരം കൊടുക്കാതെ അവനെ മടക്കുന്ന കാര്യത്തിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് ജല്ലജലാലായ റബ്ബ്. അതിനോട് ചേർന്നിട്ടല്ലേ പരിശുദ്ധമായ ആ കറുത്ത കല്ലുള്ളത്? അതെവിടുന്ന് വന്നതാ? സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾ ദിവസവും കൈക്കോട്ട് പിടിക്കുന്ന കൈനെന്തുണ്ടാവും? അതിന്റെ കളർ എന്താ? അതേ തെറ്റ് ചെയ്യുന്ന അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും വലീദും ദിവസവും പോയി മുത്തും. അവസാനം എന്ത് ചെയ്തു? ആ തെറ്റ് ചെയ്ത കരങ്ങളും ചുണ്ടുകളും അതിലേക്ക് അമർന്നപ്പോൾ അത് കറുത്തുപോയി. ഇമാം സ്വഹീഹായ ഹദീസാണ് ഈ പറയുന്നത്. അപ്പോ മൻ കസുറ കലാമു കസുറ ദംബു മാത ഖൽബു ദഖല ഫിന്നാർ. ഈ അധിക സംസാരം ഉണ്ടല്ലോ, അത് കൽബിനെ കറുപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ കറുപ്പ് ഏതിലേക്ക് പോകും? ദഖല ഫിന്നാർ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതെ, ആ ഹജറുൽ അസ്വദ് ഹദീസിൽ കാണാം, അൽ ഹജറുൽ അസ്വദു യദുല്ലാഹിൽ യുംനാ ഫിൽ അർള്. ഭൂമിയിലെ അള്ളാഹുവിൻ്റെ വലത്തെ കൈയാണ്. ഏത്? എന്തുകൊണ്ട്? നിങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ സഹാറ ഗ്രൂപ്പിൻ്റെ അമീർ, അതിൻ്റെ MD-മാര്, അതിൻ്റെ മാനേജർമാർ നിങ്ങളോട് എന്ത് പറഞ്ഞു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാളെ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മര്യാദയാണ് എന്ത്? സലാം പറയല്. അള്ളാന്റെ വീടാണേത്? ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക. ഞാനൊരു കാര്യം പറയുമ്പോൾ അതിൽ ആധികാരികമായി ഹദീസ് ഉണ്ടാവും, അതിൻ്റെ ആയത്തുണ്ടാവും. വാറോലയായിട്ടൊന്നും പറയൂല. എന്ത് സംഗതികളും എൻ്റെ ജനങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ അതിന് കൃത്യമായ ആയത്തും ഹദീസും കൊണ്ട് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക. അള്ളാന്റെ വീടാണേത്? ആ വീട്ടിലേക്ക് ഒരാൾ ചെല്ലുമ്പോൾ ആദ്യമായി നമ്മൾ പരസ്പരം കാണുമ്പോൾ എന്ത് പറയും? നിങ്ങളെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും. അള്ളാഹ്ക്ക് രക്ഷ വേണോ? അള്ളാഹ്ക്ക് സമാധാനം വേണോ? അതുകൊണ്ടാണ് പടച്ചോനെ അഫ്വല ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, നീ ഏറ്റവും വലിയവനാണ്, നിന്നേക്കാൾ വലിയ ഒരാളില്ല, നിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ പ്രധാനപ്പെട്ട അമല് നിങ്ങൾ ചെയ്യുമ്പോൾ ബാക്കി എല്ലാറ്റിനും പരിഹാരമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. കൂടെ പോരുന്ന ആളുകൾ കൂടെ പോരുന്ന ആളുകൾ അറിയാതെ താഴോട്ട് പോവുകയാണ്, സുജൂദിലേക്കോ റുക്കുവിലേക്കോ. പിന്നെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. ഞാനിതിപ്പോൾ ഉസ്താമാരുടെ സമ്മതം ചോദിച്ചിട്ട് പറയണം, കാരണം ഇതൊന്നും ഉണർത്തിയില്ലെങ്കിൽ അത് ഈ ക്ലാസ്സിന് അപകടം. ഏറ്റവും പരിശുദ്ധ മക്കയിലെത്തിയാൽ ചെയ്യേണ്ട ഒരു അമലാണ് എന്ത്? വല്യതവഫു ബിൽ ബൈത്തിൽ അതീഖ്. നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധമായ മക്കയിലെത്തിയാൽ അധികരിപ്പിക്കണം. എല്ലാത്തിനേക്കാൾ അധികരിപ്പിക്കേണ്ടത് ഏതാണ്? തവാഫാണ്. ആ തവാഫിന് എന്ത് നിർബന്ധമാണ്? ഏത് മദ്ഹബിലും എന്ത് നിർബന്ധമാണ്? ഹജ്ജായാലും ഉംറയായാലും ശുദ്ധി വേണ്ട ഒറ്റ അമൽ ഏതാണ്? തവാഫാണ്. ആ തവാഫും നമ്മുടെ ജീവിതവും, നമ്മുടെ ജനനവും ജീവിതവും മരണവും അഭേദ്യ ബന്ധമാണ്. എങ്ങനെ? ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ജനിച്ച ആ കുട്ടി നേരെ നമ്മൾ വലത്തെ ചെവിയിൽ എന്ത് കൊടുക്കണു? ഇത് നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി പറയട്ടോ, ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും കട്ടൻ ചായ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പറയണം. വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കുമ്പോൾ എങ്ങോട്ടാ തിരിയേണ്ടത്? നിങ്ങളാ പറയേണ്ടത്. ആൻസർ നിങ്ങളാ തരേണ്ടത്. എങ്ങോട്ടാ തിരിയേണ്ടത്? ഏതിലേക്കാ തിരിയേണ്ടത്? ആ കുട്ടി വളർന്നു, 7 വയസ്സായി, 7 ദിവസമായി. എന്ത് സുന്നത്തുണ്ട്? എന്ത് സുന്നത്തുണ്ട്? എന്തെങ്കിലൊന്നും ഉണ്ടാത്തു. ഈ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ക്ലാസ് ഇങ്ങനെ ആക്കാൻ തന്നെ MD തന്നെ എടുത്ത് ഇതുകൊണ്ടാണ് ഉറങ്ങാതിരിക്കാൻ. അക്കീക്ക തടുക്കുമ്പോൾ ആ മൂരിനെ എങ്ങിട്ടാ കിടത്തുക? വടക്കോട്ട കിടത്തൽ. എങ്ങിട്ടാ? കിബിലയിലേക്ക് എന്ന് പറഞ്ഞാൽ കഅബയിലേക്ക് അല്ലേ? ആ കുട്ടി വളർന്നു, വലുതായി, 7 വയസ്സായി. ഈ സമയത്ത് കുട്ടിയോട് എന്ത് കൽപ്പിക്കണം? മുറു ഔലാദകും ഇദാ ബലഗ സബ്അ സിനി. എന്തുകൊണ്ട് കൽപ്പിക്കണം? നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. എങ്ങോട്ടാ തിരിയേണ്ടത്? പടിഞ്ഞാറുക്കോ? പടിഞ്ഞാറുക്കോ? ആ ഉമ്മ എന്താ പറഞ്ഞു? പടിഞ്ഞാറുക്ക. ഈജിപ്തിൽ പോയാൽ കിഴക്കാണ് കിബില, മദീനത്ത് പോയാൽ തെക്കാണ് കിബില. എങ്ങനെ തിരിയണം? ആ കുട്ടി വളർന്നു, നിസ്കാരമൊക്കെ കൽപ്പിച്ചു, അൽഹംദുലില്ലാ. അതിനിടയിൽ ഖുർആൻ ഓതുകയാണ്, മറ്റുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാണ്. എങ്ങോട്ട് തിരിയണം? മരിച്ചു, എങ്ങോട്ട് കടത്തണം? തല പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു, ഖബറിക്ക് ഇറക്കുകയാണ്. തല എങ്ങോട്ട് തിരിക്കും? ഇതൊക്കെ തിരിക്കുമ്പോഴും സംഖ്യ എത്രയാണ് പറഞ്ഞത്? 7 അല്ലേ? 7 അല്ലേ? ഫാത്തിഹകൾ ഓതുന്നില്ലേ ദിവസവും? എത്ര തവണ? ഒരു ഫർളായി നമ്മൾ എത്ര തവണ ഫാത്തിഹ? 5 വക്ത് നിസ്കാരത്തിൽ ആ 17 തവണ ഫാത്തിഹ ഓതുമ്പോൾ അതിൽ എത്ര ആയത്ത് എണ്ണ എത്ര ഉണ്ട്? ഫാത്തിഹയിലെ ആയത്തുകൾ എണ്ണത്ര? 8. നീ എണ്ണി നോക്കണോ? എണ്ണി വെക്കണോ? ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര ഉണ്ട്? നിങ്ങൾ എൻ്റെ കൂടെ വേണം കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോൾ വേണം. എത്ര ഉണ്ട്? 7 അല്ലേ? 7 അല്ലേ? 7 നമ്മൾ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കൂല, അതിന് ഫർളുകൾ എത്ര? 7 അല്ലേ? ഈ നേരത്തെ പറഞ്ഞതൊക്കെ 7ൻ്റെ അന്നല്ലേ ചെയ്യേണ്ടത്? നിസ്കാരം 7ൻ്റെ അന്നല്ലേ? സഫ മറുവ് എത്ര? അവിടെ എണ്ണം കൂട്ടിക്കണോ? ജംറ എത്ര? ജംറ പുസ്തകം കല്ലൊക്കെ എടുത്ത് പെറുക്കി തന്നില്ലേ? എത്ര? 7. ഇങ്ങനെ ഒരുപാട് 7ൻ്റെ കണക്ക് പറഞ്ഞിട്ട് നരകത്തിന് എത്ര കവാട? നരകത്തിന് 7 കവാടാണ്. അതുകൊണ്ടാണ് നരകത്തിന് നിങ്ങൾക്ക് രക്ഷ വേണോ, മോചനം വേണോ, പരിശുദ്ധമായ കഅബാലയത്തിലെത്തിയിട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അമലുണ്ട്, തവാഫ്. ആ തവാഫ് നിങ്ങൾ ചെയ്യേണ്ടതും എത്ര തവണയാണ്? എൻ്റെ വിശുദ്ധമായ ഭവനത്തിലെത്തി എൻ്റെ ഭവനത്തെ 7 തവണ ആരെങ്കിലും തവാഫ് ചെയ്താൽ ആ ശരീരം നരകം ഹറാമാണെന്ന് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുജ്തബ, മുഹമ്മദ് മുർത്തവ. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു അമൽ എന്താണ്? പക്ഷേ ആ തവാഫിൽ ഒരുപാട് അബദ്ധം സംഭവിക്കാറുണ്ട്. അത് ആണുങ്ങളെക്കാളും കൂടുതൽ കഅബാലയത്തിലേക്ക് ഇപ്പോൾ പോകണമെങ്കിൽ പുതിയ സിസ്റ്റം പ്രകാരം ഇഹ്റാമിലേ പറ്റൂ, നിയത്തിലല്ല. കഅബ ഒരാൾക്ക് തൊടണമെങ്കിൽ മുത്തണമെങ്കിലൊക്കെ എന്ത് വേണം? കൊറോണയ്ക്ക് ശേഷം ഇഹ്റാം വേണം, വേഷം വേണം.
നാളെ റബ്ബിലേക്ക് മടങ്ങുമ്പോൾ കൊണ്ടുപോകുന്ന 3 തുണിയിൽ നിന്ന് 2 തുണിയാണ് എന്ത് ഇഹ്റാം. ഈ വിശുദ്ധമായ ഭവനത്തെ നിങ്ങൾ വലയം ചെയ്യുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ, അവിടെ നേരത്തെ അത് ചെയ്ത് കാണിച്ചു തരാത്തത് കൊണ്ട് അബദ്ധം ഒരുപാട് തവണ സംഭവിക്കുന്നത് കൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്താന്ന് മാത്രം. ഇതിൻ്റെ തെക്ക് കിഴക്ക് ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? ഈ സംഗതി കാണുന്നുണ്ടോ? ഇതിൻ്റെ മൂല ഉണ്ടോ? ഇതാണ് തെക്ക് കിഴക്ക് മൂല. ഏത്? ഈ മൂലയിലാണ് എന്തുള്ളത്? പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിൽ കഅബാലയത്തിൽ ഏറ്റവും അഫ്ളലായ മുക്കറമായ മുഅല്ലമായ മുശറഫായ അതുള്ള സുഖമുള്ളത്. അവിടുന്നാണ് എന്ത് തുടങ്ങൽ? തവാഫ്. ആ തവാഫ് തുടങ്ങുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്പം ബാക്കിക്ക് നിൽക്കുക. മുന്നിക്കല്ല നിൽക്കേണ്ടത്. എവിടേക്കാണ് നിൽക്കേണ്ടത്? ബാക്കിക്ക് നിൽക്കൽ സൂക്ഷ്മതയാണ്. എന്തിനു വേണ്ടി? ബാക്കിൽ നിന്ന് വരുന്ന ആള് തള്ളി മുന്നോട്ട് വരാതിരിക്കാൻ. അപ്പോൾ ഈ കാണുന്ന ഈ കറക്റ്റ് ലൊക്കേഷനിൽ നിന്ന് മുന്നിക്ക് ചാടും, തവാഫ് തുടങ്ങി കഴിയും. അപ്പം അതിന് വേണ്ടി ഇവിടുന്ന് നമ്മൾ നിൽക്കണം. ഇതാ ഇങ്ങനെയാണ് പറയാം. ഈ കൈ എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ റസൂലിനറിയാം ആഖിർ സമാനിൽ എൻ്റെ ഉമ്മത്ത് വരും, അവർ ഹജ്ജും ഉംറയും ചെയ്യും. അന്ന് ഹജ്ജത്തുൽ വിദായിൽ 1.25 ലക്ഷത്തോളം സഹാബത്തിനെ കൂട്ടി നേരത്തെ ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് പറഞ്ഞ ദുൽഹുലൈഫ മീഖാത്ത്, ഇപ്പോൾ അബയാർ അലി, അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് വന്നു. പരിശുദ്ധമായ കഅബാലയത്തിലെത്തി റസൂലുള്ളാഹ്. അന്ന് ഒട്ടകപ്പുറത്താണ്, വയസ്സ് 63. ആ മുത്ത് നബിക്ക് കഅബാലയത്തിലേക്ക് എത്തി ആ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി അവിടെ എത്തി അത് ശരിക്കും മുത്തിയിട്ട് തന്നെ തവാഫ് തുടങ്ങാം. റസൂൽ ചെയ്തില്ല. റസൂൽ എന്ത് ചെയ്തില്ല? എന്തുകൊണ്ട്? എൻ്റെ ഉമ്മത്തിൽ ബലഹീനർ വരും, എന്നെ പോലെ ഈ ഇർക്കിൽ പോലെ വണ്ണല്ലാത്ത ആൾക്കാർ വരും, തടിയില്ലാത്ത ആളുകൾ വരും, ആരോഗ്യമില്ലാത്ത ആളുകൾ വരും. അവർ വന്നിട്ട് ഞാനെന്ന് മുത്തിയാൽ അത് നിർബന്ധമായ അമലാണെന്ന് മനസ്സിലാക്കും. അങ്ങനെ എന്തു ചെയ്യും? അപകടം അവിടെ ഉണ്ടാക്കും. അപ്പോൾ റസൂൽ എന്ത് ചെയ്തു? ആ ഒട്ടകപ്പുറത്തിരുന്ന് കയ്യിലൊരു വടിയുണ്ട്, ആ വടി കൊണ്ട് അങ്ങോട്ട് ചൂണ്ടി. ആ വടി എന്ത് ചെയ്തു? റസൂൽ ചൂണ്ടിച്ചു. അതുകൊണ്ട് നമ്മൾ തവാഫ് തുടങ്ങുമ്പോൾ ഓരോ റൗണ്ടിലും എന്ത് ചെയ്യുന്നു? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ കൈ നമ്മൾ മുത്തണം. അത് മുത്തിയാൽ ഈ പരിശുദ്ധമായ കല്ല് മുത്തിയവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. വാശി പിടിക്കരുത്. ഹജ്ജിനാണ് പോണത്, അപകട സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യരുത്? വാശി പിടിക്കരുത്. ഇത് ഇപ്പം തന്നെ പറഞ്ഞുതരാണ്. അവിടെ എത്തിയ ചില ഉമ്മാരെ മുഖം കറുക്കൽ അപ്പളാ. ഓലൊക്കെ പോയി മുത്തി, എനിക്ക് കിട്ടിയില്ലല്ലോ. ആ ഒരു സംഗതിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞുതരാണ്. രണ്ടാമത്തെ സംഗതി ശരിക്ക് കേട്ടോളിയാ, ശരിക്ക് കണ്ടോളി. നമ്മുടെ മദ്ഹബിൽ പുക്കൾ മറയൽ നിർബന്ധമാണ്. കേൾക്കണില്ല നിങ്ങൾ? നമ്മുടെ മദ്ഹബിൽ പുക്കൾ മറയൽ എന്താണ്? എന്നാൽ പുക്കൾ മറയണ്ടാത്ത മദ്ഹബുണ്ട്. പല കോലത്തിനും ആളുകൾ അവിടെ കാണാം. തവാഫ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? ഈ സംഗതി മറയണം. സ്ത്രീകളോട് എത്ര പറഞ്ഞാലും ഓരോ റൗണ്ടും കഴിയുമ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. എൻ്റെ കൂടെ പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഈ കൂട്ടത്തിൽ. ഞാൻ സഹാറ കുടുംബത്തിൽ ജനിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ വളരലും ഓരൊക്കെ ആയി തന്നെയാണ്. അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. അപ്പോൾ ഓരോ റൗണ്ടും എത്തുമ്പോൾ താത്താരം മുടി ആരെങ്കിലും കാണുന്നുണ്ടോ? ആ മുടി കാണുന്നുണ്ടല്ലോ. ആ മുടി കണ്ട ആ റൗണ്ട് ഉണ്ടല്ലോ, ആ ചുറ്റ് സ്വീകരിക്കൂല. ഏതുപോലെ നിസ്കരിക്കുന്ന ഒരാളുടെ തുണിയിൽ ഓട്ടയുണ്ടെങ്കിൽ ആ ഓട്ടയോടുകൂടെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവോ? എന്തുകൊണ്ട്? നിസ്കാരത്തിൽ മുട്ടുപുക്കളിൻ്റെ ഇടയിൽ മറയൽ എന്താണ്? ആണിനെന്താണ്? ആ ഓട്ടയിൽ എന്ത് കണ്ടു? ഔറത്ത്. നിസ്കാരം അടക്കാം, മറ്റുള്ള സംഗതികൾ അടക്കാം. ഈ സംഗതി അപ്പക്കപ്പ ചെയ്യാൻ പറ്റുമോ? അതിശക്തമായി നമ്മൾ സംഘമായിട്ട് പോവാണ്, ഒരാൾക്ക് വേണ്ടി മാത്രം മാറിക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് നിങ്ങൾ പോരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മുടി പൂർണ്ണമായിട്ട് മറയുന്ന
ഒന്നോ രണ്ടോ തൊപ്പി കയ്യിൽ പിടിച്ചോളി. എന്നാൽ തന്നെ ചില താത്താരെ മുടി എന്ത് ചെയ്യും? കാണും. ഒരു മുടി കണ്ട് നിങ്ങൾ തവാഫ് ചെയ്താൽ ആ റൗണ്ട് തവാഫ് എന്ന് പറഞ്ഞാൽ എന്താ? 7 റൗണ്ട് ചുറ്റുമ്പോൾ എന്താവും? തവാഫ് എന്ന ഇതിലെത്തോളൂ. 7 റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ എന്താവും? അപ്പോൾ 4 റക്കാത്ത് ളുഹർ നിസ്കരിച്ചാൽ എന്താവും? ളുഹറാവും. 3 റക്കാത്ത് നിസ്കരിച്ച് സലാം വിട്ടാൽ ളുഹറാകുമോ? അപ്പം അതുകൊണ്ട് അത് കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, സമയം വൈകുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട അമല് നോക്കണേ. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങൾ ഒറ്റക്ക് പോവും, ആരും കൂട്ടാതെ പോവും. അവിടെ പോയിട്ട് കാര്യമായിട്ട് ചെയ്യാനുള്ളതും അതാണ്. കാരണം പള്ളിയിലെത്തിയാൽ ആ പള്ളിയിലെത്തി തഹിയ്യത്ത് 2 റക്അത്ത് സുന്നത്തല്ലേ? പള്ളിയിലെത്തിയാൽ നിസ്കരിക്കുന്ന 2 റക്അത്ത് ഏതാണ്? എന്നാൽ മക്കത്തുൽ മുക്കറമയിലെത്തിയാൽ അവൻ്റെ തഹിയ്യത്ത് ഏതാ? അവിടെ ജമാഅത്ത് നിസ്കാരങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, അവനക്ക് മുമ്പൊരു ഫർദ് നിസ്കാരം ഖളാ ഇല്ലെങ്കിൽ അവന് തഹിയ്യത്ത് ഏതാ? തവാഫാണ്. വൽയതവഫു ബിൽ ബൈത്തിൽ അതീഖ് എന്ന ഖുർആൻ്റെ ആയത്ത്. ധാരാളം ചെയ്യേണ്ട അമലാണ് ഏത്? ആ തവാഫ് ധാരാളം വർദ്ധിക്കണം. പക്ഷേ വർദ്ധിക്കുമ്പോൾ എന്ത് വേണം? അതിൽ ശുദ്ധി വേണം. അതിൻ്റെ പൂർണ്ണമായ ഷർത്തും ഫർളും ഒത്താൽ എന്ത് ശരിയാവുള്ളൂ? തവാഫ് ശരിയാവുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നോക്കണേ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, നവൈതു തവാഫ സുന്നത്തി, അല്ലെങ്കിൽ നവൈതു തവാഫൽ ഉംറത്തി, അല്ലെങ്കിൽ നവൈതു തവാഫൽ ഹജ്ജി. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. മുത്തലക്കൻ തവാഫാണ് സുന്നത്ത്. അതല്ലെങ്കിൽ ഹജ്ജിൻ്റെ തവാഫ് ഹജ്ജ്, ഉംറയുടെ തവാഫ് ഉംറ, ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശരിക്കും നോക്കണേ. ഇത് കാണിച്ച് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഈ പരിശുദ്ധമായ അമല് തുടങ്ങുമ്പോൾ ഒരു കല്ലിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. അവരാകെ എതിർത്തത് എന്താണ്? ലാത്ത ഉസ്സ മനാത്ത പോലത്തെ ബിംബങ്ങളെ ആരാധിക്കാൻ പാടില്ല, അതല്ലേ കാഴ്ചപ്പാട്. എന്നിട്ട് ഫസ്റ്റ് തുടങ്ങൽ എവിടുന്ന് തുടങ്ങൽ? ഒരു കല്ലിൽ നിന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ചിന്തിക്കേണ്ട സംഗതിയാണ്. അല്ലാഹുമ്മ ഈമാനംബിക്ക, നിന്നെക്കൊണ്ട് ഞാൻ വിശ്വസിച്ചു. വ തസ്ദീഖം ബി കിതാബിക, എൻ്റെ കിതാബ് ഖുർആൻ ഞാൻ അംഗീകരിച്ചു. ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ. അല്ലാഹുമ്മ നേരെ തുടങ്ങാട്ടോ. നവൈതു തവാഫ സുന്നത്തി സബ്അത അശ്വാത്തിൻ ലില്ലാഹി തആല ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ആ കൈയൊന്ന് മുത്തിക്കാണ് എല്ലാവരും. അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖം ബി കിതാബിക വ വഫാൻ ബി അഹദിക വത്തിബാലി സുന്നത്തി നബിയിക മുഹമ്മദിൻ. اللهم إنا نسألك ثواب الشاكرين ونزل المقربين ومرافقة النبيين ويقين الصادقين وذلة المتقين وإخبات الموقنين حتى تتوفانا على ذلك يا أرحم الراحمين. اللهم إن هذا البيت بيتك والحرم حرمك والأمن أمنك وهذا مقام اللاهد بك من النار فحرم لحومنا വബശറതന അലന്നാർ. എൻ്റെ അവയവങ്ങളെ, എൻ്റെ മാംസങ്ങളെ കത്തിയാളുന്ന നരകത്തിന് തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനശ്ശക്കി വശ്ശിർക്കി വന്നിഫാഖി വശ്ശിഖാഖി വസൂഇൽ അഖ്ലാഖി വസൂഇൽ മൻദരി ഫിൽ അഹ്ലി വൽ മാലി വൽ വലദ്. അല്ലാഹുമ്മ അളില്ലനാ ഫീ ളില്ലി അർശിക് യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക് വസ്കിനാ ബികൈസി നബിയിക മുഹമ്മദി ശർബത്തൻ ഹനിയത്തൻ മരിയത്തൻ ലാ നളുമഉ ബഅദഹാ അബദാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അർറാഹത ഇൻദൽ മൗത്ത് വൽ അഫ്വ ഇൻദൽ ഹിസാബ്. അല്ലാഹുമ്മ ജഅൽ ഉംറതനാ ഉംറത്തൻ മഖ്ബൂല വദംബൻ മഗ്ഫൂറ വസഅയൻ മഷ്കൂറ വഅമലൻ സാലിഹൻ മഖ്ബൂല വതിജാറതൻ ലൻ തബൂർ യാ അസീസ് യാ ഗഫാർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽനാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. റബ്ബനാ ആതിനാ. ഈ ഒരു സംഗതി നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറേ ഉമ്മമാരുണ്ടാവും.
ഈ പോണ സമയത്ത് തിരക്ക് കുറവേക്കാരം. അപ്പം മെല്ലെ പോയിട്ട് എന്ത് ചെയ്യും, ഇതൊന്ന് തൊട്ടുപോരും. ഇത് നമ്മളറിയില്ല. റൂമിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുറത്തെ താത്താനോട് ഇപ്പുറത്തെ താത്ത ഈ തൊട്ടടിക്കുന്നു, ഈ തൊട്ടോ. അപ്പം എന്ത് തൊട്ടു? ഇജ്ജി കഅബന്റെ കില്ല തൊട്ടോ? ഞാൻ തൊട്ടു, മൂലരോട് പറയരുത് കേട്ടോ. ഈ തൊടലോടുകൂടെ നമുക്ക് തലവേദനയായി. കാരണം എന്താ? എന്തായാലും കഅബ തൊടുമ്പോൾ എന്ത് തിരിഞ്ഞിട്ടുണ്ടാവും? എന്ത് തിരിഞ്ഞിട്ടുണ്ടാവും? കാരണം തവാഫ് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗം കഅബയിലേക്ക് വരേണ്ടത്? എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ ഏതുകൊണ്ട് ചെയ്യണം? എന്താ നിങ്ങൾ മുണ്ടാത്തു? ഏതുകൊണ്ട് ചെയ്യണം? അള്ളാഹിൻ്റെ പരിശുദ്ധ കഅബയിലെത്തിയിട്ട് തവാഫ് ചെയ്യുമ്പോൾ എങ്ങനെ തുടങ്ങാൻ പറഞ്ഞേ? എന്തുകൊണ്ട്? ആധുനിക മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്, പഠനവിധേയമാക്കിയിട്ട് ഹൃദയം എവിടെയാണ്? ഹൃദയം എവിടെ? വലത്തോ ഇടത്തോ? എല്ലാ തെറ്റും ചെയ്യാൻ പ്രേരിപ്പിക്കൽ ആരാ? എല്ലാ തെറ്റും ചിപ്പാണെന്ത്? മെമ്മറിയാണെന്ത്? ആ മോശമായ ഹൃദയത്തെ പരിശുദ്ധമാണ് ഏത്? അതിലേക്ക് ചേർത്തി വെക്കലോടുകൂടെ എന്താവും? ഹൃദയം. അള്ളാഹു പരിശുദ്ധാക്കി തരട്ടെ, അള്ളാഹു പരിശുദ്ധമാക്കി തരട്ടെ. ആ കഅബാലയത്തെ ഇങ്ങനെ പോയി തൊട്ടാൽ ആ റൗണ്ട് എന്തായി? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആളെ കൊണ്ട് എന്ത് ചെയ്യണം? വീണ്ടും 8ന്റെ പണിയായോ? അതിന് നമ്മളൊന്നുമില്ല കൂടെ, ഒരൊറ്റക്ക് പോയതാണ്. അപ്പം 3 റൗണ്ട് കഴിഞ്ഞ് 4ാമത്തെ റൗണ്ട് എത്തുമ്പോൾ എന്തുണ്ട്? അവിടെ ഒഴിവ് കാണുന്നുണ്ട്. സംഗതി പോയി തൊട്ടാൽ 2 വിഷയമുണ്ട്. ഒന്ന്, ഇഹ്റാമിലാകുമ്പോൾ ഇവിടെ സുഗന്ധം പൂശിയിട്ടുണ്ടാവും. ഇപ്പം ഹജ്ജിൻ്റെ സമയത്ത് എന്തായാലും കഅബൻ്റെ കിസ്വ തൊടാൻ കിട്ടൂല. 3 മീറ്റർ ഉയരത്തിൽ എന്ത് ചെയ്യും? പൊക്കി കിട്ടും. ഹജ്ജിന് പോകുന്ന ആളുകാർക്ക് എന്ത് കിട്ടൂല? കിസ്വക്ക് പകരം എന്ത് കിട്ടും? പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ പവിത്രമായ കല്ലുകൾ കിട്ടും. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു അമല്, തവാഫ് നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ള അമലുകൾ പോലെയല്ല. ശുദ്ധി വേണം, സൂക്ഷ്മത വേണം, പൂർത്തീകരിക്കണം. എന്നാൽ എന്താവുള്ളൂ? കാരണം ഹദീസിലുണ്ട്, പരിശുദ്ധമായ കഅബാലയത്തിലെത്തിയിട്ട് 50 തവണ എൻ്റെ വിശുദ്ധ ഭവനത്തെ ഒരാൾ തവാഫ് ചെയ്താൽ ആ പരിശുദ്ധമായ ശരീരം നരകം സ്പർശിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ആ തൗഫീക്ക് നിങ്ങൾക്ക് കിട്ടും. ഏകദേശം ഇൻഷാ അല്ലാഹ് 15 ദിവസം അല്ലെങ്കിൽ 13 ദിവസം നമുക്കവിടെ ഉണ്ടാവും. ദുൽഖഅദ് 25 വരെ നമ്മൾ എവിടെ ഉണ്ടാവും? മക്കത്തുണ്ടാവും. ഈ പോരുന്ന ആൾക്കാരോട് പറയാണ്, ഈ 15 ദിവസമോ 13 ദിവസമോ നമുക്ക് വേറെ ഒരു പണിയില്ല. റൂമിൽ നിന്ന് നോക്കിയാൽ നേരെ ഏറിപ്പോയാൽ 5 മിനിറ്റേ ഉള്ളൂ കഅബാലയത്തിലേക്ക്, മത്താഫിലേക്ക്. ആ പുണ്യമായ കഅബാലയത്തിലേക്ക് പോകാൻ ഇത്രയും സൗകര്യങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? റാഹത്തോടെ ആ തിരക്ക് കുറഞ്ഞ ദിവസം അമൽ ചെയ്യാൻ. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നമ്മളെ കൂടെ പോരുകയാണ്. നമ്മൾ നിങ്ങളെ ഖാദിമീങ്ങളാണ്. മദീന പള്ളിയിൽ 1 മാസം എത്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യാണ് എൻ്റെ കൂടെ പോരുന്ന ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യാന്നുള്ളത് മുഹമ്മദ് മുസ്തഫ. നമ്മളെ ജോലി അതാണ്. നിങ്ങൾ കൊടുക്കുന്ന അതേ പേയ്മെൻറ്റ് ഞങ്ങൾക്കും കൊടുക്കണം. ഞങ്ങൾക്ക് വിമാന ടിക്കറ്റ് ഫ്രീ ഇല്ല, ഞങ്ങൾക്ക് മക്കത്ത് മദീനത്ത് റൂം ഫ്രീ ഇല്ല. എന്ത് ചെയ്യണം? വീരാൻകുട്ടി കൊടുക്കണം. അത് കൊടുത്തിട്ടാണ് നമ്മളും പോരുന്നത്. കൊടുക്കുന്നത് ഇവരാണ് മാത്രം. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം, അതിലൊരാൾക്കൊരു പരാതിക്ക് അവസരം നമ്മൾ തരൂല. നമ്മളെ കൊണ്ട്, അമീറന്മാരെ കൊണ്ട് ഒരാൾ ബുദ്ധിമുട്ടിയെന്ന് ഞങ്ങൾ കേൾപ്പിക്കില്ല, ഞങ്ങൾ വാക്ക് തരും. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അമല് കൃത്യമായിട്ട് ചെയ്തു തരും. കുട്ടികളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകും. ഒരു കുട്ടിയായിട്ട് തിരിച്ചിങ്ങിട്ട് കൊണ്ടുവരും ചെയ്യും. പിന്നെ അതുപോലെ മരണം വരെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വതസവ്വദു, നിങ്ങൾ യാത്രക്ക് വേണ്ടി ഒരുങ്ങുക. ഫഇന്ന ഖൈറ സാദി തഖ്വ, എന്നാൽ യാത്രാ ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്ക് സാധനം തഖ്വയാണ്. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ മുഴുവനും ഇത് തയ്യാറാക്കേണ്ട ഒരുങ്ങേണ്ട ഒരു കാര്യമാണ്.
ഹജ്ജിൻ്റെ അമലിൽ മാത്രമല്ല, മറിച്ച് നമ്മൾ നിയ്യത്ത് വെച്ച സമയം മുതൽ ഇനി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മളുടെ വാക്കിലും നമ്മളുടെ പ്രവൃത്തിയിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ചലനത്തിലും നമ്മുടെ നിശ്ചലനങ്ങളിലും എല്ലാറ്റിലും ഇത് വേണം. നമ്മൾ കാണുന്നത് അനുവദനീയമായതായിരിക്കണം, നമ്മൾ കേൾക്കുന്നത് അനുവദനീയമായിരിക്കണം, നമ്മൾ സംസാരിക്കുന്നത് അനുവദനീയമായിരിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതുമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹജ്ജ് മഖ്ബൂലായിത്തീരുക, അള്ളാഹു ഇഷ്ടപ്പെട്ടതായിത്തീരുക. ആയത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു 3 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. റഫസ് പാടില്ല, ഫുസൂഖ് പാടില്ല, ജിദാല് പാടില്ല. റഫസ് എന്ന് പറഞ്ഞാൽ അന്യസ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂടിക്കലരൽ. ഹജ്ജിൻ്റെ സമയത്ത് സ്വന്തം ഭാര്യയോട് പോലും വികാരപരമായ രീതിയിലുള്ള നോട്ടങ്ങൾ, പ്രവർത്തനങ്ങൾ. ഫുസൂഖ് പാപകർമ്മങ്ങൾ. അതുപോലെ തന്നെ ജിദാല് തർക്കങ്ങൾ. ഇതിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. മഖ്ബൂലായ ഹജ്ജ് കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മബ്റൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പം മബ്റൂറായ ഹജ്ജ് എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചപ്പോൾ നബി തങ്ങൾ 3 ഗുണങ്ങളാണ് പറഞ്ഞത്. ഈ 3 ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാളുടെ ഹജ്ജ് മബ്റൂറായ ഹജ്ജാണ്. അതിൽ ഒന്നാമത് പ്രവാചകൻ പറഞ്ഞു, ഇത്ആമു തആം, എല്ലാവരെയും ഭക്ഷിപ്പിക്കുക. അത് നമ്മൾ ഹജ്ജിന് നിയ്യത്ത് ചെയ്തത് മുതൽ തന്നെ ആരംഭിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് യാത്രകളിലെല്ലാം എല്ലാവരും സ്വന്തം കാര്യം മാത്രമേ നോക്കുള്ളൂ. പക്ഷെ ഹജ്ജിൽ അങ്ങനെയല്ല, ഉംറയിൽ അങ്ങനെയല്ല. നമ്മളവിടെ പോയാൽ കാണാൻ പറ്റും, വെള്ളം ഇങ്ങനെ ലോറിയിൽ വന്നിങ്ങനെ സപ്ലൈ ചെയ്യുന്ന, ഭക്ഷണങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് ഓരോ അറബികൾ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ സ്വയം കഴിക്കുക കുടിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരാളുടെ ഹജ്ജ് മബ്റൂറായതിൻ്റെ ലക്ഷണം അയാൾ എല്ലാവരെയും ഭക്ഷിപ്പിക്കുമെന്നുള്ളതാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഫ്ശാഉസ് സലാം, എല്ലാവരോടും സലാം പറയുക. മക്കത്ത് നമ്മൾ കാണുന്നതൊക്കെ മുസ്ലിമീങ്ങളാണ്. ഒരു ഭാഗത്ത് പിന്നെ അമേരിക്കക്കാരനാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ചൈനക്കാരനായിരിക്കും. പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലെ ആളുകൾ ഒരേ സമയത്ത് നമ്മളെ മുന്നിൽ പെടുകയാണ്. എല്ലാവരോടും നമ്മൾ സലാം പറയുക. അത് ഹജ്ജ് മബ്റൂറായതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. ഇവിടെ തന്നെ നമ്മളെ കുടുംബക്കാരോട് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ മാതാപിതാക്കൾ തൊട്ട് എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് ബന്ധം പുതുക്കിക്കൊണ്ടാണ് നമ്മൾ യാത്ര തിരിക്കേണ്ടത്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മബ്റൂറായ ഹജ്ജിൻ്റെ ലക്ഷണം ലീനുൽ കലാം, മയമായ സംസാരമാണ്. അത് നമ്മുടെ ഭാര്യയോടാണെങ്കിലും നമ്മളുടെ മക്കളോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും ഒരാളെ തിരിച്ചറിയുന്നത് യാത്രയിലാണെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുണ്ടായി. പള്ളിയിൽ നമ്മൾ നല്ല ആളായിരിക്കും, നാട്ടിൽ നല്ല ആളായിരിക്കും, ഓഫീസിൽ നല്ല ആളായിരിക്കും. പക്ഷെ നമ്മളെ തനി സ്വഭാവം അടുക്കളയിലായിരിക്കും, വീട്ടിൻ്റെ ഉള്ളിലായിരിക്കും, യാത്രയിലായിരിക്കും. അപ്പം നമ്മളെ യാത്രയിലാണ് നല്ല സ്വഭാവം പ്രകടിപ്പിക്കേണ്ടത്. ആരെങ്കിലും നല്ല മയമായ സംസാരം അയാൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും എല്ലാവരോടും സലാം പറയുകയും അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അള്ളാഹു അവൻ്റെ ഹജ്ജ് മബ്റൂറാക്കി മാറ്റും. ആളുകൾ ഇവിടുന്ന് ബേക്കറിയും അവിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. സാധാരണ ഗവൺമെൻറ്റിൻ്റെ ഹജ്ജിനൊക്കെ പോകുമ്പം പ്രൈവറ്റിലും കൊണ്ടുപോകാറുണ്ട്. ആർക്കും കൊടുക്കാതെ അതിങ്ങനെ ബാഗിൽ വെക്കും. അവസാനം എയർപോർട്ടിൽ അത് ചാടിയിട്ട് ഇങ്ങോട്ട് വരും. നമ്മൾ അവിടുത്തെ മക്കത്തെ കൂട്ടുകാർ പറയും, അവിടെ താമസിക്കുന്ന മുഖീമിങ്ങൾ പറയും, അവസാനം കുറേ അവില നമുക്ക് തരാം ഈ ഹാജിമാർ. കാരണം അവരിങ്ങനെ നാളെ തിന്നാ വെച്ച് അങ്ങനെ വെക്കും. അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും എപ്പോഴും ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹജ്ജ് മബ്റൂറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഹജ്ജിന് മുമ്പും ഒരു ഹാജിയായി ജീവിക്കണം, ഹജ്ജിന് ശേഷവും ഒരു ഹാജിയായി ജീവിക്കണം. ഹാജിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. മക്കത്ത് നിന്ന് നമ്മൾ സംസം വെള്ളം കൊണ്ടുവരും, മദീനയിൽ നിന്ന് മദീനയുടെ കാരക്ക കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ വെച്ച് അറഫയിൽ വെച്ച് പറഞ്ഞ കാര്യവുമായിട്ടാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. ബല്ലിഗു അന്നി വലു ആയ, എന്നിൽ നിന്ന് ഒരായത്താണ് നിനക്ക് കിട്ടിയതെങ്കിലും അത് നീ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മുടെ സ്വയം ജീവിതം നന്നാകണം, മറ്റുള്ളവർക്കും കൂടി ഇസ്ലാമിൻ്റെ ദീനിൻ്റെ പ്രഭ പരത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ മടങ്ങി വരണം. ഇങ്ങനെ യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് ഹജ്ജ് ചെയ്യാനും ആ അവസ്ഥയിൽ ജീവിച്ച് അള്ളാഹുലേക്ക് മടങ്ങാനും നമുക്കും മുഴുവൻ ഹാജിമാർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വർഷത്തെ ഓരോ ഹാജിമാരുടെ ഹജ്ജും അള്ളാഹു മഖ്ബൂലും മബ്റൂറുമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കെടുതികളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഓരോ കാൽവപ്പിലും അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.